വചനമൊഴി ഒക്ടോബർ 14. വചനഭാഗം ഗലാത്തി 6:11-18, ലൂക്കായുടെ സുവിശേഷം 4:38-44. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ സിനഗോഗിൽ നിന്നെഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്കു വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തു ചെന്ന് പനിയെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. സൂര്യാസ്തമയമായപ്പോൾ വിവിധ രോഗങ്ങളാൽ അവശരായവരെയെല്ലാം അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുകൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. സംസാരിക്കാൻ അവൻ അവയെ അനുവദിച്ചില്ല, കാരണം അവൻ മിശിഹായാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നു. പ്രഭാതമായപ്പോൾ അവൻ പുറപ്പെട്ട ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ച് ചെന്നു. തങ്ങളെ വിട്ടുപോകുന്നതിൽ നിന്ന് അവർ അവനെ തടഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സദ്വാർത്ത അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ പക്കലേക്ക് രോഗികളെയും പിശാചുബാധിതരെയും എല്ലാം കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. സകല രോഗത്തിന്റെ മേലും പിശാചുകളുടെ മേലും അധികാരമുള്ളവനാണ് മിശിഹ എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിവരണങ്ങളെ മത്തായി ശ്ലീഹ നൽകുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിലും മിശിഹായിക്ക് സകലത്തിൻ്റെ മേൽ അധികാരമുണ്ട്. സകല രോഗങ്ങളെയും നിയന്ത്രിക്കുവാൻ, സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകുവാൻ മിശിഹായിക്ക് അധികാരമുണ്ട്. തിന്മയെയും തിന്മയുടെ ശക്തികളെയും നമ്മിൽ നിന്ന് പുറത്താക്കുവാൻ അവിടുത്തേക്ക് അധികാരമുണ്ട്. മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോൾ സകല തിന്മകളിൽ നിന്നും സകല ആകുലതകളിലും അസ്വസ്ഥതകളിൽ നിന്നും വിമോചിതരാകുവാൻ നമുക്കും സാധിക്കും. കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ പ്രവൃത്തികൾ അനുഭവിക്കുകയും അനുദിന ജീവിതത്തിൽ ദൈവവചനാനുസൃതമായി ജീവിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കും മിശിഹായെ സ്വീകരിക്കുവാനും അവിടുത്തെ പ്രഘോഷിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.